ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം. അഞ്ചുരുളിയിൽ 24 കുടുംബങ്ങളെ കുടിയിറക്കാൻ വനംവകുപ്പ് സ്വീകരിച്ച നടപടിക്കെതിരെ കാഞ്ചിയാർ റേഞ്ച് ഓഫീസ് ഉപരോധിച്ചു. കോവിൽമല കർഷക അതിജീവന സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് ഉപരോധ സമരം സംഘടിപ്പിച്ചത്. വാർത്ത കാണാം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കാഞ്ചിയാർ അഞ്ചുരുളിയിൽ കാലങ്ങളായി താമസിച്ചു വരുന്ന 24 കുടുംബങ്ങളെ കുടിയിറക്കാനുള്ള നീക്കമാണ് വനവകുപ്പ് നടത്തുന്നത്. ഇതിന് മുന്നോടിയായാണ് 24 കുടുംബങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാൻ വൈദ്യുതി വകുപ്പിന് റേഞ്ച് ഓഫീസർ കത്ത് നൽകിയത്. ഇതേ തുടർന്ന് വിവിധ സംഘടനകൾ സമരം സംഘടിപ്പിച്ചിരുന്നു. ഇതേ തുടർന്നാണ് കോവിൽമല കർഷക അതിജീവന സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഉപരോധ സമരം സംഘടിപ്പിച്ചത്. സമരം കോവിൽമല കർഷക അതിജീവന സംരക്ഷണ സമിതി പ്രസിഡന്റ് OS ദിലീപ് ഉദ്ഘാടനം ചെയ്തു. ഇവരുടെ തെറ്റായ നിയമങ്ങൾ, ഇവർക്കറിയത്തില്ലാത്ത നിയമങ്ങൾ, ഇവരിത് നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞതുപോലെ തന്നെ അഞ്ചുരുളിയിലെ 24ഓളം കുടുംബങ്ങളുടെ കരണ്ട് വിച്ഛേദിക്കണമെന്ന് ഇവിടുത്തെ റേഞ്ച് ഓഫീസർ, വേറെ ഒരു റേഞ്ച് ഓഫീസറോ, കേരളത്തിൽ ഇഷ്ടംപോലെ റേഞ്ച് ഓഫീസർമാരുണ്ട്, വേറെ ഒരു റേഞ്ച് ഓഫീസർമാർക്കും ഇല്ലാത്ത ഒരു നിയമം ലബക്കട KCB സബ് എഞ്ചിനീയർക്ക് ഇദ്ദേഹം പരാതി കൊടുത്തേക്കുക. 24ഓളം വീടുകളുടെ കറണ്ട് കട്ട് ചെയ്താൽ നമുക്കുണ്ടാകുന്ന ഒരു ഗതികേടും അവർക്കുണ്ടാകുന്ന ഒരു ഗതികേടും എന്താ? കറണ്ട് കട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ ജീവിതങ്ങളും നഷ്ടപ്പെട്ടു പോകും. നമ്മൾ പിന്നെ അവിടെ ജീവിച്ചിട്ട് കാര്യമില്ല. വേനൽക്കാലം വരുമ്പോൾ നമുക്ക് ഉഷ്ണം ഉണ്ടാകും, മഴക്കാലം വരുമ്പോൾ നമുക്ക് ഇതിനോടനുബന്ധിച്ച് വെള്ളമെടുക്കാനുള്ള കറണ്ടുകൾ ഉണ്ടാക്കാനുള്ള സംവിധാനങ്ങൾ എല്ലാം ഉണ്ടാകേണ്ടതാണ്. അതുപോലെ തന്നെ അവിടെ ലൈറ്റ് ഉണ്ടാകില്ല, ഫാൻ ഉണ്ടാകില്ല. നമുക്കൊരു സാധനങ്ങൾ നമുക്കെന്താ, കൃഷിക്കാരാണ് നമ്മളല്ല, നമുക്കൊരു മോട്ടോർ ഉപയോഗിച്ചൊരു മരുന്നടിക്കണമെന്ന് വെച്ചാൽ നടക്കുമോ? ഇവർ കറണ്ട് കട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. അത് 24 എന്നല്ല, 2 കുടുംബക്കാരുടെ പോലും കറണ്ട് കട്ട് ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങൾ അതിനോട് വേണ്ടി എല്ലാ സജ്ജീകരണങ്ങളും അംഗീകരിക്കാൻ പറ്റുന്നത്. ഇത് കേരളത്തിലില്ലാത്ത നിയമം. അതിൻ്റെ കാരണം ഈ 24 കുടുംബക്കാർക്കായാലും കറണ്ട് കൊടുത്തത് വൈദ്യുതി വകുപ്പാണ്. ഈ വകുപ്പിനറിയാം ഇത് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന്. അവർക്കറിയത്തില്ല എന്നിട്ടാണ് അവർ കൊണ്ട് ഈ കറണ്ട് കൊടുക്കുക. അവർക്ക് കൃത്യമായി കറണ്ട് കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയുകയും ചെയ്യാം. അതിന് കൃത്യമായ ഒരു നിയമം അത് എഴുതി ഉണ്ടാക്കി നിയമസഭയെ പാസ്സാക്കി, ആ പാസ്സാക്കിയ നിയമമാണ് ഈ വൈദ്യുതി വകുപ്പ് ഈ കറണ്ട് കൊടുത്തേക്കുന്നത്. ഇതൊക്കെ ചെന്ന് കട്ട് ചെയ്യാൻ ഫോറസ്റ്റുകാർ പറഞ്ഞാൽ അങ്ങനെ കട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഫോറസ്റ്റുകാർ എന്ന് തലതിരിച്ചിറങ്ങിയാൽ അവരുടെ തലതിരിവിൻ്റെ ലക്ഷണമായി മാറും. അവരുടെ ഇടയിലേക്ക് ചെന്നാൽ ഞങ്ങൾ അവരോടൊപ്പം ഉണ്ടാകും. എന്ത് വില കൊടുത്തും അവരുടെ കൂടെ ഞങ്ങൾ കാണും. അതുകൊണ്ട് കറണ്ട് കട്ട് ചെയ്യുന്ന പദ്ധതികൾ, പരിപാടികൾ, ഫോറസ്റ്റിൻ്റെ ഈ ആവശ്യമില്ലാത്ത അറിയത്തില്ലാത്ത, അതായത് റേഞ്ച് ഓഫീസർക്ക് അറിയത്തില്ലാത്ത നിയമങ്ങളുണ്ടോ ഇല്ലയോ എന്ന് അദ്ദേഹം പഠിക്കേണ്ടതാണ്. ആ നിയമങ്ങളൊന്നും ഞങ്ങളുടെ ഇടയിലേക്ക് നടപ്പാക്കാൻ വരരുത്. വന്നാൽ ഞങ്ങളുടെ യഥാർത്ഥ സ്വഭാവം, അതായത് നമ്മുടെ സ്വാഗതം അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ സ്വഭാവത്തിൽ നിന്ന് ഞങ്ങളെ മാറ്റി നിർത്താനുള്ള ഒരു ഇടപാട് നിങ്ങളായി ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് നമുക്ക് വേറെ ഒരുപാട് കാര്യങ്ങളൊന്നും പറയാനില്ല. ആ 24 കുടുംബങ്ങൾക്ക് വേണ്ട എല്ലാ സംരക്ഷണങ്ങളും ഞങ്ങൾ കൊടുക്കും എന്ന് ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വനംവകുപ്പിന്റെ കർഷകദ്രോഹ നടപടിയെ ചെറുത്ത് തോൽപ്പിക്കാൻ ആരംഭിച്ച സംഘടനയാണ് കോവിൽമല കർഷക അതിജീവന സംരക്ഷണ സമിതി. സമരം സിന്ദാബാദ്, സമരം സിന്ദാബാദ്, സമരം സിന്ദാബാദ്, സമരം സിന്ദാബാദ്. ഫോറസ്റ്റ് അധികാരികൾ നീതി പാലിക്കുക. അവകാശ സമരം സിന്ദാബാദ്, അവകാശ സമരം സിന്ദാബാദ്, അവകാശ സമരം സിന്ദാബാദ്. 24 കുടുംബങ്ങളെയും ഒരു കാരണവശാലും കുടിയിറക്കാൻ സമ്മതിക്കില്ലെന്നും അവരോടൊപ്പം കോവിൽമല കർഷക അതിജീവന സംരക്ഷണ സമിതി എന്നും ഉണ്ടാവുമെന്നും നേതാക്കൾ പറഞ്ഞു. സെക്രട്ടറി ചാക്കോ ജോസഫ് ഇല്ലിക്കൽ, വിജയൻ പുല്ലൂർ, ലൈലാമ്മ മുറിഞ്ഞകല്ലിൽ, ജോസ് മറ്റപ്പള്ളിയിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പട്ടാളം. ഇത് നമ്മുടെ നിർഗുണം ചേട്ടനല്ലേ? നിർഗുണം ചേട്ടോ, ചേട്ടോ. ചേട്ടാ, ഇയാള് തന്നെ മിണ്ടാത്ത ചേട്ടോ. യോ, ഇനി ചത്തു കുത്തിയിരിക്കുന്നത് വല്ലതും ആണോ? ദൈവമേ, യോ. നിർഗുണം ചേട്ടാ,
അയ്യോ പേടിപ്പിച്ച് കളഞ്ഞോടാ നോത്തെ എന്നെ കോപ്പിലെ പരിപാടി കാണിച്ച്. ചേട്ടൻ ഇത് എന്നാ കാണിക്കുമായിരുന്നു? വിളിച്ചിട്ടാണെങ്കിൽ കേട്ടതുമില്ല. കണ്ണെന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചിമ്മിയാല് മീനെ കിട്ടിയല്ല. എന്നിട്ട് ചേട്ടൻ ഒരു കണഞ്ഞോനെങ്കിലും കിട്ടിയോ? എന്റെ പൊന്നു നിർഗുണം ചേട്ടാ, നിങ്ങൾ ഈ വെയിലും കൊണ്ട് ഇവിടെ നട്ടുകുത്തിയിരിക്കുന്നത് പോലെ ഇരിക്കേണ്ട വല്ല കാര്യമുണ്ടോ? നിങ്ങൾ ആ ഹൈറേഞ്ച് വില്ലാസിലോട്ട് ചെല്ലു. അവിടെയാണെങ്കിൽ രാവിലെ വള്ളക്കാരുടെ നിന്ന് മേടിക്കുന്ന മീനെ ഉച്ചയ്ക്ക് തീമേശല, പിന്നെ കിടിലം വൈബും. എന്നാ വാടാ നോത്തെ, നമുക്ക് ഹൈറേഞ്ച് വില്ലാസിലേക്ക് പോകാം.